ഹലോ മക്കളെ, അഷ്ടമി മിസ് ആണേ. സോ മക്കൾ എല്ലാവരും ഈ ഒരു വീഡിയോന്റെ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. വൈ ക്ലാസ് 11 ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ഫൗണ്ടേഷൻ ഫോർ നീറ്റ് അല്ലെങ്കിൽ JEE. നിങ്ങൾ ഈ ഒരു വീഡിയോന്റെ തംബ്നെയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 11th എന്ന് പറഞ്ഞാൽ 12th ഒരു ബേസ് തന്നെയാണ്. നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളിപ്പോൾ 10th ബോർഡ് എക്സാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ 11th എത്തിക്കഴിഞ്ഞു. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 11th കുറച്ചൊന്ന് ഉഴപ്പാം, കാര്യം 11th നിങ്ങൾക്ക് ബോർഡ് എക്സാമിന്റെ ആവശ്യം വരുന്നില്ല. ഇനി നിങ്ങൾക്ക് 12th എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ബോർഡ് എക്സാം ഉള്ളൂ. പക്ഷേ അങ്ങനെ വരുന്ന ഒരു സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 11th നിങ്ങളുടെ എന്താ പറയുക പഠന രീതി 10th അപേക്ഷിച്ച് നോക്കുമ്പോൾ 11th and 12th നിങ്ങളുടെ പഠന രീതി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് 10th വരെ നിങ്ങൾ കാര്യങ്ങൾ മെമ്മറൈസ് ചെയ്ത് നിങ്ങൾ എന്താ പറയുക ആൻസർ പേപ്പറിൽ ആൻസർ ചെയ്യുകയാണെങ്കിൽ 11th എത്തിക്കഴിയുമ്പോൾ കുറച്ചുകൂടി അനലിറ്റിക്കൽ തിങ്കിങ്, അതേപോലെ തന്നെ പ്രോബ്ലം സോൾവ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് 11th and 12th കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ പഠന രീതി അല്ലെങ്കിൽ നിലവാരം അതേപോലെ ഉയർത്തി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് 11th and 12th ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇനി ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും അതേപോലെ എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും വ്യത്യസ്തമാണ് അല്ലേ. അതായത് ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് സബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരിക. അതായത് ഒരു കോൺസെപ്റ്റ് അറിയെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായ രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ കേസിൽ, കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ കേസിൽ വരുമ്പോൾ നിങ്ങൾക്ക് ശരിയായ കോൺസെപ്റ്റ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ 11th ഇപ്പം നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സ്, അതായത് ഇപ്പം നമ്മൾ ഫിസിക്സിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷൻ പഠിക്കാനുണ്ടാവും, തെർമോഡൈനാമിക്സ് പഠിക്കാനുണ്ടാവും, ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനുണ്ടാവും. സോ ഈ ചാപ്റ്റേഴ്സ് എല്ലാം 12th നിങ്ങൾ പഠിക്കുന്ന ഫിസിക്സിൻ്റെ ഒരു ബേസ് ചാപ്റ്റേഴ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പം നമ്മൾ കെമിസ്ട്രിയുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനുണ്ട്, കെമിക്കൽ ബോണ്ടിങ് പഠിക്കാനുണ്ട്, മോൾ കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്. സോ ഇതെല്ലാം 12th കെമിസ്ട്രിയിലെ ഒരു ബേസ് ആയിട്ടാണ് നിങ്ങൾ 11th ക്ലാസ്സിൽ പഠിക്കുന്നത്. ബയോളജിയുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലോ സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്, ബയോമോളിക്യൂൾസ്, മോർഫോളജി, അനാട്ടമി, പ്ലാന്റ് കിങ്ഡം, ആനിമൽ കിങ്ഡം, അങ്ങനെ ഒരുപാട് ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് 11th പഠിക്കാനുണ്ട്. ഇനി നമ്മൾ മാത്സിനെ മാറ്റി നിർത്തുന്നില്ല. മാത്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ സെറ്റ്, അതേപോലെ തന്നെ സീക്വൻസസ്, ട്രിഗ്നോമെട്രി, ഫംഗ്ഷൻസ്, അങ്ങനെ ഒരുപാട് ചാപ്റ്റർ നിങ്ങൾ 11th പഠിക്കുന്നുണ്ട്. സോ 11th ഓൾറെഡി നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ച് സെറ്റ് ആയില്ലെങ്കിൽ 12th എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഈ ചാപ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ ആയതോടുകൂടി ഈ എന്താ പറയുക വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾ 12th ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇനി നമ്മൾ വേറൊരു കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു ലാസ്റ്റ് 10 years ഓഫ് നീറ്റ് ആൻഡ് JEE പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50% സിലബസ് നിങ്ങൾക്ക് ക്ലാസ് 11th നിന്നാണ് ചോദിക്കുന്നത്. അതായത് ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. 50% ക്ലാസ് 11th നിന്നും 50% ക്ലാസ് 12th നിന്നും. പിന്നെ നമ്മളൊരു ടോപ്പിക്ക് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സമയം എടുക്കും അല്ലേ, പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു സെയിം കോൺസെപ്റ്റ് നമ്മൾ എന്താണ് റിവൈസ് ചെയ്യുമ്പോൾ അത്രയധികം ടൈം നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ 11th കുറേ ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്. ആ ടോപ്പിക്സിന് നിങ്ങൾ എടുക്കുന്ന സമയം 12th എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അത്രയും ഒരു ടൈം നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരുന്നില്ല. സോ അവിടെ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റ് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ 11th പഠിച്ചാൽ മാത്രമല്ലേ ആ ഒരു ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സെറ്റാക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കറക്റ്റ് അല്ലേ പറഞ്ഞത്? യെസ്. പിന്നെ നിങ്ങൾ വേറൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മൾട്ടി കോൺസെപ്ഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എൻട്രൻസ് എക്സാം നീറ്റ് അല്ലെങ്കിൽ JEE നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത്. നമ്മളിപ്പോൾ ബയോളജിയിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കണം. അതായത് ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലാസ് 11th പഠിക്കാനുണ്ട്. 12th വരുമ്പോൾ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് പഠിക്കുന്നത്. പക്ഷേ ഈ രണ്ട് ചാപ്റ്റേഴ്സിലെ കോൺസെപ്റ്റ്സിനെ ഒരുമിച്ച് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ വരുന്നത്. സോ 11th നിങ്ങൾ നല്ലോണം പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫുൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എൻട്രൻസ് എക്സാമിൻ്റെ കേസിൽ എന്താ സംഭവിക്കുക, ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ റാങ്ക് ഒരുപാട് ബാക്കിലേക്ക് പോകും അല്ലേ. നിങ്ങൾക്ക് എൻട്രൻസ് എക്സാമിൻ്റെ കേസിൽ അറിയുന്ന കാര്യം തന്നെയാണ്. ബോർഡ് എക്സാം പോലെയല്ല, ഒരുപാട് വ്യത്യാസങ്ങൾ എവിടെയുണ്ട് എൻട്രൻസ് എക്സാമിൻ്റെ കേസിലുണ്ട്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വെക്കണം. എന്തിനു വേണ്ടിയിട്ട്, അതായത് നിങ്ങളുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കണം. അതേപോലെ തന്നെ നമ്മുടെ 11th എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡയഗ്രാംസും ടെർമിനോളജീസും പുതിയ ചാപ്റ്റേഴ്സും NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒന്ന് എടുത്ത് നോക്കിക്കേ. ഒരുപാട് കാര്യങ്ങൾ ഒരൊറ്റ ലൈനിൽ കൺഫൈൻ ചെയ്തിട്ടാണ് NCERT ടെക്സ്റ്റ് ബുക്ക് വരെ ഇറങ്ങിയിട്ടുള്ളത്. അതായത് ഒരു സെൻറ്റൻസ് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ നമുക്കൊരു 2-3 കോൺസെപ്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും. സോ NCERT ടെക്സ്റ്റ് ബുക്ക് അടിപൊളിയായിട്ട് വായിച്ച് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് എൻട്രൻസ് എക്സാമിൽ നല്ലൊരു സ്കോർ അല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക നല്ലൊരു റാങ്കിലേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് 11th എത്തിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു എന്താ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ്, ഇപ്പം ഫിസിക്സ് അല്ലെങ്കിൽ മാത്സ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, +2 ശേഷം നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകാൻ പറ്റും. അതേസമയം നിങ്ങളുടെ 11th ഇപ്പം നിങ്ങൾക്ക് ബയോളജിയാണ് ഇഷ്ടമെന്ന് വിചാരിക്കും.
വിചാരിച്ചോ. അപ്പോൾ എന്താണ്, നിങ്ങൾക്കൊരു മെഡിക്കൽ അല്ലെങ്കിൽ റിസർച്ച് ഓറിയൻറ്റഡ് ഫീൽഡിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു 11th 12th പഠിച്ചാൽ മാത്രമേ നമുക്ക് 12th ശേഷം ഏതൊരു ഫീൽഡ് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടുള്ളൂ. സോ ഇത്രയൊക്കെ പറഞ്ഞതിൽ വെച്ച് മക്കൾക്ക് എന്താ മനസ്സിലായത്? 11th വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. നമ്മൾ 12th മാത്രമേ ബോർഡ് എക്സാം ഉള്ളൂ, 12th മാത്രം പഠിച്ചാൽ പോരാ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലേ ഉണ്ടാവാൻ പാടില്ല. 11th നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടൈം മാനേജ്മെൻറ്റോട് കൂടി ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനെയും ഈസി ആയിട്ട് ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ എല്ലാ മക്കളും 11th അടിപൊളിയായിട്ട് പഠിക്കുന്നു വിചാരിക്കുന്നു. സോ വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്.